സ്വാഗതം 20 മാവേലിക്കരയാണ് പരിശോധിക്കുന്നത്. മാവേലിക്കരയിലെ മത്സര ചിത്രം എങ്ങനെ എന്ന് പരിശോധിക്കുന്നു. കോൺഗ്രസിലെ കൊടിക്കുന്നിൽ സുരേഷ് 4-ാം ഊഴത്തിന് ഇറങ്ങുകയാണ്. മാവേലിക്കരയിൽ 2009, 2014, 2019 തുടർച്ചയായ 3 വിജയങ്ങൾക്ക് ശേഷം 4-ാം ഊഴത്തിന് ഇറങ്ങുന്നു. കൊടിക്കുന്നിൽ സുരേഷ് മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ CPI ഇടതുമുന്നണിയിൽ നിന്ന് CPI ആണ് മാവേലിക്കരയിൽ മത്സരിക്കുന്നത്. CPI ഒരു യുവ സ്ഥാനാർത്ഥിയെ, പുതുമുഖ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു, CA അരുൺകുമാറിനെ. NDAയിൽ നിന്ന് BDJS ആണ് മാവേലിക്കരയിൽ മത്സരിക്കുന്നത്. ബൈജു കലാശാലയാണ് സ്ഥാനാർത്ഥി. 2009 മുതലുള്ള കൊടിക്കുന്നിൽ സുരേഷിൻ്റെ വിജയങ്ങളെക്കുറിച്ച് പറഞ്ഞു. 2009 48,048 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കൊടിക്കുന്നിലിന്. 2014 അത് 32,737 2019 അത് വീണ്ടും വർദ്ധിച്ച് 61,138 സിറ്റിംഗ് MP എന്നുള്ള നിലയിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോ കൊടുക്കുന്നില്ല എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. സീനിയർ ജേർണലിസ്റ്റും ദ എയ്ഡറ്റിൻ്റെ ചീഫ് എഡിറ്ററുമായ CL തോമസ് ഉണ്ട്. എങ്ങനെയാണ് കൊടിക്കുന്നിലിന് മാവേലിക്കര മണ്ഡലത്തിൽ സിറ്റിംഗ് MP എന്നുള്ള നിലയിൽ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടോ? സ്വാഭാവികമായിട്ടും അത് ഉണ്ടാവേണ്ടതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2009 മുതൽ മാവേലിക്കര മണ്ഡലത്തിൽ അദ്ദേഹം MP ആണ്. ഒരുപക്ഷെ ഇപ്പോൾ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളെയും നേരിട്ട്, അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളെയും നേരിട്ട് അറിയാവുന്ന ഒരാളായിരിക്കും കൊടിക്കുന്നിൽ സുരേഷ്. മാത്രമല്ല, കൊടിക്കുന്നിൽ സുരേഷ് 2009 ആദ്യമായിട്ട് MP ആവുന്നു. ഇപ്പോഴത്തെ മാവേലിക്കര മണ്ഡലത്തിലെ 2 മണ്ഡലങ്ങൾ ഉൾപ്പെട്ടിരുന്ന അടൂർ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം 79-നും 91-നും 96-നും 99-നും തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ അദ്ദേഹം തോൽക്കുകയും ചെയ്തു. 1998-ലും 2004. അപ്പോൾ ആ പഴയ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ 2 മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ഇപ്പോഴത്തെ മാവേലിക്കര മണ്ഡലം. സ്വാഭാവികമായിട്ടും ചിരപരിചിതനായിരിക്കും കൊടിക്കുന്നിൽ സുരേഷ് അവിടെ. അത് അദ്ദേഹത്തിന് ഒരു മേൽക്കൈ, സ്ഥാനാർത്ഥി പരിചയത്തിൻ്റെ കാര്യത്തിൽ ഒരു മേൽക്കൈ ഉണ്ടാക്കി കൊടുക്കുക തന്നെ ചെയ്യും. പക്ഷേ അതോടൊപ്പം തന്നെ ഇത്രയും കാലം MP ആയിരുന്നു എന്നുള്ളത് നമ്മൾ ആന്റി ഇൻകംബൻസി നമ്മൾ ഫാക്ടർ ചിലപ്പോൾ നെഗറ്റീവായിട്ട് വരാവുന്ന നെഗറ്റീവ് ഘടകങ്ങളും ഇത്രയും കാലം അവിടെ നിന്നു എന്നുള്ളത് തന്നെ ഉണ്ടായിട്ടുണ്ടാവാം. CPI CA അരുൺകുമാർ എന്ന ഒരു യുവ നേതാവിനെയാണ് മത്സരിപ്പിക്കുന്നത്. ചെറുപ്പത്തിൻ്റെ ആനുകൂല്യം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. 2009 RS അനിലായിരുന്നു സ്ഥാനാർത്ഥി. CPIയുടെ മുതിർന്ന നേതാവാണ്. 2014 ചെങ്ങറ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചു കൊടിക്കുന്നിൽ സുരേഷിനെതിരെ. ചെങ്ങറ അടൂരിൽ ഒരു വട്ടം കൊടിക്കുന്നിൽ സുരേഷിനെ തോൽപ്പിച്ച നേതാവാണ്. 2019 ഈ മണ്ഡലം പിടിച്ചെടുക്കണം എന്ന ലക്ഷ്യത്തോടെ ചിറ്റയം ഗോപകുമാറിനെയാണ് CPI മത്സരിപ്പിച്ചത്. CPI ഇങ്ങനെ പല പ്രമുഖരെ മത്സരിപ്പിച്ച് മാവേലിക്കര തിരിച്ചുപിടിക്കാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവിടെയൊക്കെ പരാജയപ്പെടുകയാണ്. ഒരു ചെറുപ്പത്തിൻ്റെ ആനുകൂല്യം എത്രത്തോളം ലഭിക്കും ഈ അരുൺകുമാറിനെ കുറി? സാമാന്യമായിട്ട് ചെറുപ്പക്കാർ പുതുതായി, ഇപ്പോൾ അരുൺകുമാർ ആദ്യമായിട്ടാണ് ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നിയമസഭാ ഇലക്ഷനിലും മത്സരിച്ചിട്ടില്ല, പാർലമെന്റ് ഇലക്ഷനിലും മത്സരിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ഒരു ചെറുപ്പക്കാരൻ വരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ CPIയുടെ പ്രമുഖരായ നേതാക്കന്മാർ തന്നെയാണ് കൊടിക്കുന്നിലോട് പോയിട്ടുള്ളത്. എല്ലാവരും അവിടെ പ്രാപ്തനായിരുന്നവർ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇതാ ഒരു പുതിയ ചെറുപ്പക്കാരൻ വരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുതിയ ചെറുപ്പക്കാരനിൽ ആളുകൾക്ക് ആവേശമുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്കറിയാം, ചെറുപ്പക്കാർ മത്സരിക്കുന്ന, അത് സാമാന്യമായി ജനസമ്മതിയുള്ള ചെറുപ്പക്കാർ മത്സരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ബാധകമാണ്. അസംബ്ലി ഇലക്ഷൻ ആയാലും പാർലമെന്റ് ഇലക്ഷൻ ആയാലും അവരെ ജനം സ്വീകരിക്കുന്ന ഒരു പ്രവണത കേരളം കാണിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, അത് കേരളത്തിന് പുറത്തും പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് പറയുമ്പോൾ ഇതിനൊക്കെ ഇതൊരു ഒന്നിനും പിന്നാലെ ഒരു തള്ള് എന്ന് പറയുന്ന പോലുള്ള ഒരു ആനുകൂല്യമാണ്. ആ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് മണ്ഡലത്തിനായാലും പ്രത്യേകിച്ച് കേരളത്തിലെ പൊതു രാഷ്ട്രീയ സ്ഥിതിഗതികൾ തന്നെയാണ് അവിടുത്തെ ജയപരാജയങ്ങളെ തീരുമാനിക്കുക എന്നുള്ളതാണ് പതിവ്. പക്ഷെ ആ രാഷ്ട്രീയ സ്ഥിതി അനുകൂലമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു ചെറുപ്പക്കാരൻ, ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരൻ മത്സരിക്കുന്നു എന്നുള്ളത് ജനങ്ങളിൽ കൂടുതൽ ആവേശം.
2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BDJSൻ്റെ സ്ഥാനാർത്ഥി ബൈജു കലാശാല. കോൺഗ്രസിൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അടുത്തിടെയാണ് അദ്ദേഹം BDJSൽ ചേർന്നത്. ബൈജു കലാശാലയ്ക്ക് മറ്റ് ചില സവിശേഷതകൾ കൂടിയുണ്ട്. കേരള പുലയ മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. BJPയുടെ പെർഫോമൻസും BDJSൻ്റെ പെർഫോമൻസും മാവേലിക്കര മണ്ഡലം വെച്ച് നോക്കുമ്പോൾ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 2009 BJP മത്സരിച്ചപ്പോൾ കിട്ടിയത് 5.1% വോട്ടായിരുന്നു. 2014 BJP വീണ്ടും മത്സരിക്കുന്നു, അപ്പോൾ വോട്ട് 8.97. 2019 BDJS ആ സീറ്റ് NDAക്ക് വേണ്ടി മത്സരിച്ചു. തഴവ സഹദേവനായിരുന്നു സ്ഥാനാർത്ഥി. 13.75% വോട്ട് കിട്ടി. CL തോമസ്, ഈ ബൈജു കലാശാല മത്സരിക്കുന്നു. അദ്ദേഹത്തിനൊരു കോൺഗ്രസ് പാരമ്പര്യമുണ്ട്. KPMSൻ്റെ പഴയ ജനറൽ സെക്രട്ടറിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BDJSന് കുറെ കൂടെ ഭേദപ്പെട്ടൊരു പ്രകടനം കാഴ്ചവെക്കാൻ പാകത്തുള്ളൊരു സ്ഥാനാർത്ഥിയായി ബൈജു കലാശാല മാറുമോ? മാറിയാൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഇതുമാത്രമല്ല, ബൈജു കലാശാല ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി, കോൺഗ്രസ് പ്രവർത്തകനായി ആയിരിക്കെ തന്നെ അദ്ദേഹം സാംസ്കാരിക രംഗങ്ങളിലും അത്യാവശ്യം അറിയപ്പെടുന്ന വ്യക്തിയാണ്. പല സാംസ്കാരിക സംഘടനകളിലും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. മണ്ഡലത്തിന് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ മുഴുവൻ അറിയപ്പെടുന്നുണ്ടോ ഇല്ലെന്നുള്ളത് മാവേലിക്കരയിൽ അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തതാണ്. പിന്നെ നമുക്കറിയാം, ഈ BDJS സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ NDA മുന്നണിയുടെ ഭാഗമായിട്ട് BDJS സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുള്ളപ്പോഴൊക്കെ അവിടെ NDAയുടെ വോട്ടിൻ്റെ ശതമാനം ഉയർന്നിട്ടുണ്ട്. അത് 2009 BJP മത്സരിച്ചപ്പോൾ 5.12% 2014 BJPയുടെ തന്നെ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ 8.97%. 2019 രാജീവ് പറഞ്ഞ പോലെ BDJS സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ 13.75% വോട്ടാണ്. അപ്പോൾ അതിനർത്ഥം ഇത് സൂചിപ്പിക്കുന്നത് BDJS സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ NDAക്ക് സാമാന്യമായിട്ട് BJP സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിനെ വോട്ടോടെ കിട്ടുമോ എന്നുള്ളതാണ്. ആ ഒരു സ്വാധീനം ഇതിന് ബൈജുവിന്റെ സ്ഥാനാർത്ഥിത്വം ഒരുപക്ഷെ ഇരു മുന്നണിയാവാൻ സാധ്യതയുണ്ട്. ഈ സാമാന്യ സന്ദർഭം അനുസരിച്ചിട്ട് BDJS പിടിക്കുന്ന വോട്ടുകളിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും BDJSന്റെ സ്ഥാനാർത്ഥിയാണില്ലെങ്കിൽ LDFന് പോകാവുന്ന വോട്ടുകളാണ്. അതേപോലെ തന്നെ ബൈജുവിന്റെ കോൺഗ്രസ് ബന്ധം, അതായത് ആ സംഘടനയിലുള്ള ആളുകളുമായിട്ടുള്ള നേരിട്ടുള്ള പരിചയം ചെറിയ തോതിലെങ്കിലും സ്വാധീനിക്കാവുന്നതാണ്. അങ്ങനെ ഈ രണ്ട് സ്വാധീനങ്ങളും വരുമ്പോൾ BDJS സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കഴിഞ്ഞ തവണ, അതായത് 2019 BDJS സ്ഥാനാർത്ഥി നേടിയ 13.7% നിന്നും ഒരുപക്ഷെ കുറേക്കട വോട്ടുകൾ ഇദ്ദേഹം പിടിക്കാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സംഭവിക്കുന്നതാണ്. ഈ 2019 വോട്ട് വർധന നമ്മൾ പറയുമ്പോൾ അന്ന് ശബരിമല അതിനെ ചൊല്ലി ഉണ്ടാക്കിയ വിവാദങ്ങൾ, തർക്കങ്ങൾ, അതിലൂടെ ഉണ്ടാക്കിയ ധ്രുവീകരണം, ഇതൊക്കെ ഒരു അനുകൂല ഘടകമായിട്ട് BDJSനും NDAക്കും ഉണ്ടായിരുന്നു. അത് പക്ഷേ ഇത്തവണ ഇല്ല. അത് പക്ഷേ 8.9% നിന്ന് ഏതാണ്ട് 14%-ലേക്കാണ് വരുന്നത്. 6% വളർച്ചയാണ്. അത് ശബരിമല കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. റൈറ്റ്. നമ്മൾ ഈ മാവേലിക്കര മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി, അതുപോലെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, മാവേലിക്കര, ചെങ്ങന്നൂർ, കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം, ഇത്രയും നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. ആലപ്പുഴ, കോട്ടയം, കൊല്ലം, ഈ 3 ജില്ലകളിലായിട്ട് പടർന്നു കിടക്കുന്നു മാവേലിക്കര ലോക്സഭാ മണ്ഡലം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 7 മണ്ഡലങ്ങളിലും ഇടതുമുന്നണിയാണ് ജയിച്ചത്. ചങ്ങനാശ്ശേരിയിൽ മാണി ഗ്രൂപ്പാണ് ജയിച്ചത്. കുട്ടനാട്ട് NCP ആണ്. പത്തനാപുരത്ത് കേരള കോൺഗ്രസ് B ആണ്. മറ്റ് 3 മണ്ഡലങ്ങളിൽ, ചെങ്ങന്നൂർ, കൊട്ടാരക്കര, അങ്ങനെ 3 മണ്ഡലങ്ങളിൽ CPM വിജയിച്ചു. കുന്നത്തൂരിൽ കോവൂർ കുഞ്ഞുമോൻ ഇടത് സ്വതന്ത്രനായിട്ട് ജയിച്ചു. അവിടെയും CPMന് നല്ല സ്വാധീനമുണ്ട്. അപ്പോൾ ഈ മണ്ഡലം പൊതുവിൽ നോക്കിയാൽ ഇടതുമുന്നണിക്ക് ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഘടകകക്ഷികളുടെ
പ്രസൻസും ഉണ്ട്. അതിൽ തന്നെ കേരള കോൺഗ്രസ് എം അത് LDFിലേക്ക് വന്നത് ഈ മാവേലിക്കരയിലെ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ UDFിന് പ്രതികൂലമായി ബാധിക്കാനിടയുണ്ടോ? കേരള കോൺഗ്രസ് എമ്മിന് ഈ 7 മണ്ഡലങ്ങളിൽ, രാജീവ് ഇപ്പോൾ പറഞ്ഞ 7 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ കേരള കോൺഗ്രസിൽ സ്വാധീനമുള്ള മണ്ഡലം എന്നുള്ളത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയാണ്. കുട്ടനാട്ടിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് സാമാന്യമായിട്ടുള്ള ഒരു സ്വാധീനമുണ്ട്. പക്ഷേ ബാക്കി മണ്ഡലങ്ങളിൽ, മാവേലിക്കരയിലായാലും ചെങ്ങന്നൂരിലായാലും കൊല്ലം ജില്ലയിലെ 3 മണ്ഡലങ്ങളിലായാലും കേരള കോൺഗ്രസ് എമ്മിനൊരു നിർണായക ശക്തിയാവാനുള്ള സ്വാധീനം ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല. നമുക്കങ്ങനെ സ്വാധീനിക്കാൻ പറ്റില്ല. പക്ഷേ ചെങ്ങനാശ്ശേരി കഴിഞ്ഞതോടെ അത് സാമാന്യമായിട്ട് UDFിന്റെ ഒരു മണ്ഡലമായിരിക്കും തന്നെ. CF തോമസ് ദീർഘകാലം ജയിച്ചു വരികയും ഒരിക്കൽ ഡോക്ടർ ബി ഇക്ബാൽ മത്സരിച്ചപ്പോൾ മാത്രം ചെറിയ മാർജിന്, അതായത് 2000 പോയി അവിടെ ജയിച്ചത് കേരള കോൺഗ്രസ് പാർട്ടി ഗ്രൂപ്പ് തന്നെയായിരുന്നു. അങ്ങനെ ദീർഘകാലം UDFിന്റെ പുസ്തക മണ്ഡലമായിരുന്ന ചങ്ങനാശ്ശേരി ഈ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പാർട്ടി ഗ്രൂപ്പ് LDF നിന്നുകൊണ്ട് പിടിച്ചു. അതായത് അത് ആ ബാലൻസ്, ആ രാഷ്ട്രീയ ബലാബലം മാറ്റിമറിക്കാൻ, ആ മണ്ഡലത്തിൽ മാറ്റിമറിക്കാനുള്ള ശക്തി കേരള കോൺഗ്രസ് എമ്മിന് ഇപ്പോൾ ഉണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ അത് മാവേലിക്കര മണ്ഡലങ്ങളെ കുറിച്ച് മാവേലിക്കരയുടെ ഇതര നിയമസഭാ മണ്ഡലങ്ങൾ ഈ പറയുന്ന സ്വാധീനം കാര്യമായിട്ടില്ല. അതൊരു സഹായമാവും. ചങ്ങനാശ്ശേരിയിലെ ഈ സാന്നിധ്യവും അതേപോലെ തന്നെ കുട്ടനാട്ടിൽ അവർക്ക് ചെറുതായിട്ടുള്ള സ്വാധീനമുണ്ട്. ഈ 2 സ്വാധീനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സഹായമാവും 2019 അപേക്ഷിച്ച് എന്നുള്ളതല്ലാതെ കേരള കോൺഗ്രസ് എമ്മിന്റെ സാന്നിധ്യം ഒരു ജയിക്കാനുള്ള വോട്ടുകളെ മാറ്റാൻ മാത്രമുള്ള സ്വാധീനത്തിലേക്ക് അത് വളരും എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ജയിക്കണമെങ്കിൽ അതിന് ഇതര രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഉള്ളൂ. മറിച്ചൊരു വിധി മറ്റ് 2 ഘടകകക്ഷികളുടെ കാര്യം എടുത്താൽ ഇപ്പോൾ NCP, അതുപോലെ കേരള കോൺഗ്രസ് ബി, പത്തനാപുരം കേരള കോൺഗ്രസ് ബിയുടെ KB ഗണേഷ് കുമാർ പതിവായി ജയിച്ചു വരുന്ന മണ്ഡലമാണ്. ഈ വോട്ടുകൾ പക്ഷേ അങ്ങനെ ജയിച്ചു വരുമ്പോഴും 2019 കൊടിക്കുന്നിൽ സുരേഷാണ് അവിടെ ജയിച്ചത് എന്നുള്ളത്, മാവേലിക്കര മണ്ഡലത്തിൽ ജയിച്ചതെന്ന് നമ്മൾ മറന്നുകൂടാ. ഈ ഘടകകക്ഷികളിൽ നിന്ന് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഇടതു മുന്നണിക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. കാരണം അത് എത്ര ചെറുതായാലും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ പത്തനാപുരത്ത് ഗണേഷിന്റെ ചെറുതല്ലാത്ത സ്വാധീനം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം 2 മുന്നണിയിലും അവിടെ ഒന്ന് മത്സരിച്ചപ്പോൾ അദ്ദേഹം ജയിക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ഗണേഷ് ഇപ്പോൾ ഇടതു മുന്നണിയിൽ നിൽക്കുന്നതുകൊണ്ട് ആ സ്വാധീനം ഇടതു മുന്നണിക്ക് അനുകൂലമായിട്ട് വരാനാണ് സാധ്യത. അതല്ലാതെ കേരള കോൺഗ്രസ് NCPക്ക് കാര്യമായ ഒരു സ്വാധീനം, തോമസ് ചാണ്ടി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ സ്വന്തമായിട്ടുണ്ടാക്കിയിരുന്ന, കുട്ടനാട്ടിലുണ്ടാക്കിയിരുന്ന ഒരു മണ്ഡലം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു മണ്ഡലം ഉണ്ടായിരുന്നു. അതിനൊപ്പം CPM-നുള്ള സ്വാധീനം, LDFിലെ ഇതര കക്ഷികൾക്കുള്ള സ്വാധീനം എന്നുള്ളതിനപ്പുറം NCP-യുടെ സ്വാധീനം ഒരു ഇലക്ഷനിൽ കാര്യം, അതും ഒരു പാർലമെന്റ് ഇലക്ഷനെ സ്വാധീനിക്കാൻ മാത്രമുള്ള ഒരു സ്വാധീനം ഉണ്ടാകാനില്ല. അപ്പോ ഈ പ്രധാനമായിട്ടും ഇടതു മുന്നണിയിലെ പ്രധാന കക്ഷികളുടെ സ്വാധീനം തന്നെയാണ് അവിടെ ബലം. എന്നാൽ ഇപ്പോൾ ഗണേഷ് കുമാറും കൂടത്തിലുണ്ടായിരുന്നതും അതിനേക്കാൾ പ്രധാനമായിട്ട് കേരള കോൺഗ്രസ് പാർട്ടി ഗ്രൂപ്പും ഉണ്ടായിരുന്നതും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന കഴിഞ്ഞ തവണത്തേക്കാൾ ചെറിയൊരു അനുകൂല ഘടകമായി തീർച്ചയായിട്ടും അവിടെ രൂപപ്പെടും എന്നുള്ളത് സംശയം. മാവേലിക്കര ഒരു പട്ടികജാതി സംവരണ മണ്ഡലമാണ്. ഏതാണ്ട് 11% വരും ഈ വിഭാഗത്തിലെ വോട്ടർമാർ. ക്രിസ്തുമത വിശ്വാസികൾ 21%-ലധികമുണ്ട്. മുസ്ലിങ്ങൾ 14%. ബാക്കി 54% ഹിന്ദുക്കളാണ് ഭൂരിപക്ഷ വിഭാഗം എന്ന് പറയുന്നത്. അതായത് പട്ടികജാതി വിഭാഗക്കാർ ഉൾപ്പെടെയാണ് പറയുന്നത് 54% അല്ലെങ്കിൽ 64%. അതിൽ തന്നെ ഈഴവ സമുദായത്തിനാണ് മുൻതൂക്കം. മത്സരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ബൈജു കലാശാല BDJSന്റെ ബാനറിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം KPMSന്റെ പഴയ ജനറൽ സെക്രട്ടറി കൂടിയാണ്. ഈ 2 ഫാക്ടേഴ്സ്, ഒന്ന് BDJSും SNDPയുടെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല SNDPയുടെ കൂടെ ഊർജ്ജത്തിൽ നിന്നാണ് BDJS ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈഴവ സമുദായത്തിൻ്റെ നിന്ന് കൂടുതൽ വോട്ട് കിട്ടാനുള്ളൊരു സാധ്യത. പിന്നെ KPMSന്റെ പഴയ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പട്ടികജാതിക്കാർക്കിടയിൽ നിന്ന് ലഭിക്കാനിടയുള്ള വോട്ടുകൾ, ഇത്
ഈ സമുദായ സമവാക്യങ്ങൾ ഒരുപക്ഷെ ഇടതുമുന്നണിയെ ആയിരിക്കും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുക, അത് ബൈജു കലാശാലയ്ക്ക് വോട്ട് കിട്ടുകയാണെങ്കിൽ. ഇത് രണ്ട് കാര്യങ്ങളുണ്ട്. ബൈജു കലാശാലയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം UDF പ്രവർത്തനായിരുന്നു, കോൺഗ്രസിന്റെ പ്രവർത്തനായിരുന്നു, കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ UDF നിന്നുള്ള ഒരു ചെറിയ ചോർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണെന്ന് തോന്നുന്നു. കാരണം ഈ BDJS സ്വാഭാവികമായിട്ടും SNDP യോഗത്തിൻ്റെ ഒരു പിന്തുണ BDJS ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ യോഗം പ്രവർത്തകരിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് അത് ഒരുപക്ഷെ BDJS സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടാവുന്ന ഒരു കുറെ വോട്ടുകൾ അത് BDJS പോകാനുള്ള സാധ്യത. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണത്തെ NDA ശതമാനത്തേക്കാൾ കൂടുതൽ മാവേലിക്കരയിൽ തോന്നെത്താറുണ്ട്. അതിന് പക്ഷേ ആർക്ക് നഷ്ടം, അതിൽ കോൺഗ്രസിലും ചെറിയ നഷ്ടം ഉണ്ടാവാം. അതിൽ ബൈജു സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കുന്നുണ്ട്, സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ LDFിലും വോട്ട് ചോർച്ച വരും. അങ്ങനെ രണ്ടു തരത്തിൽ ചോർച്ച വരുന്നത് കൊണ്ട് ഈ സാന്നിധ്യം ഇടത് LDFിന്റെയും UDFിന്റെയും സാധ്യതകളിൽ പ്രത്യേകിച്ചൊരു സ്വാധീനമായി വളരുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. മാവേലിക്കര പോലൊരു മണ്ഡലം സാധാരണക്കാരും ഇടത്തരക്കാരും ഭൂരിപക്ഷം വരുന്ന ഒരു മണ്ഡലമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ ഈ വിഭാഗങ്ങൾക്കൊക്കെ അതൃപ്തി ഉണ്ടെങ്കിൽ അത് വളരെ പ്രത്യക്ഷമായി തന്നെ ഇടതുമുന്നണിയെ ബാധിക്കാൻ വലിയ സാധ്യതയുമുണ്ട്. ഇത് മാവേലിക്കരയുടെ മാത്രം പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഒരു വികാരമുണ്ടെങ്കിൽ, സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് മാവേലിക്കര അതിനകത്ത് ഒഴിഞ്ഞു വെക്കില്ല. മാവേലിക്കരയിൽ കുട്ടനാട് പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ ഈ നെല്ല് സംഭരണത്തിന്റെ ഒക്കെ പ്രശ്നമുണ്ട്. അതുണ്ടാക്കിയിട്ടുള്ള ചില തർക്കങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അത് മറ്റേ മാവേലിക്കര മണ്ഡലവും ഒരു പ്രധാനമായിട്ടും ഒരു കാർഷിക മേഖലയാണ്. ഓണാട്ടുകര എന്ന് പറയുന്ന പ്രദേശം ഓണാട്ടുകര നെൽകൃഷിക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ്. കുട്ടനാട് കഴിഞ്ഞാൽ കുട്ടനാട് കഴിഞ്ഞാൽ നെൽകൃഷി വളരെ വ്യാപകമായിട്ടുള്ള സ്ഥലമാണ് ഓണാട്ടുകര. അപ്പൊ ഈ ഓണാട്ടുകര പ്രദേശത്ത് ഉള്ള കാർഷിക ഈ കർഷകർ അനുഭവിച്ച കുറെ കാലം അവർക്ക് പൈസ കിട്ടാതിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ കുറ്റമല്ല എന്നുള്ളത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ നിന്നുള്ള സബ്സിഡി അനുവദിക്കാത്ത പ്രശ്നമാണെന്ന് പറയുന്നു. അതൊക്കെ ഉണ്ടെങ്കിലും കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതാനുഭവം ഈ പണം കിട്ടാതെ അവർ വളരെ ബുദ്ധിമുട്ടി എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ പ്രതിഫലിച്ചാൽ ഇടതുപക്ഷത്തിന് അത് എതിരാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പക്ഷേ ഞാനത് മറ്റൊരു രീതിയിൽ നോക്കാനും കൂടി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പാർലമെന്റ് ഇലക്ഷനുകൾക്ക് നിയമസഭാ വോട്ടിംഗ് പാറ്റേണുമായി കുറെ കാലത്തെ ഇലക്ഷനുകൾക്ക് പരിശോധിച്ചാൽ നമുക്കറിയാം. അതിൽ നിയമസഭാ ഇലക്ഷന്റെ ഒരു വോട്ടിംഗ് രീതിയല്ല പാർലമെന്റിൽ പലപ്പോഴും കാണാൻ പറ്റുക. പ്രധാനമായും ദേശീയ രാഷ്ട്രീയമാണ് അതിൽ വരാറുള്ളത്. 2004 മുതലുള്ള ഇലക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 2004 വാജ്പേയി സർക്കാരിന് ശേഷം BJP സർക്കാരിനെ ഒഴിവാക്കണം എന്നാഗ്രഹിച്ചു. ആ സമയത്ത് കേരളത്തിൽ LDF UDF മത്സരിച്ചെങ്കിൽ തന്നെ തൊട്ടപ്പുറത്ത് കന്യാകുമാരി ജില്ലയിൽ ഹർകിഷൻ സിംഗ് സുർജിത്തും സോണിയാഗാന്ധിയും ഒരുമിച്ചിരുന്നുള്ള വനിതകളുടെ അവിടെ CPMന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. സ്ഥാനാർത്ഥിക്ക് വേണ്ടി സോണിയാഗാന്ധി വരുന്നു. ഇവർ ഒരേ വേദി പങ്കിടുന്ന പടങ്ങളൊക്കെ നമ്മുടെ സമ്മാനിതാർക്കും കേരളത്തിൽ മുഴുവൻ ആളുകൾക്കും ഇതിന് പറ്റിയ കേന്ദ്രത്തിൽ ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഒരു UPA സർക്കാരുണ്ടായാൽ അതിൽ ഇടതുപക്ഷം CPM ഒരുപക്ഷെ അതിൽ മന്ത്രിസഭയിൽ വരെ ഉണ്ടാവും എന്ന് ജനങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. ആ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റ് ഇടതുമുന്നണിക്ക് അത് കിട്ടി. അത് കഴിഞ്ഞാൽ നമുക്കറിയാം 2009 UPA സർക്കാരിൽ നിന്നുള്ള പിന്തുണ ഇടതുമുന്നണി പിൻവലിച്ചു. അതാവട്ടെ അത്രയൊന്നും സാമാന്യ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ലാതിരുന്ന ഒരു വിഷയമാണ്. അതായത് അമേരിക്കൻ ആണവ നിലയം വരുന്നു, അമേരിക്കയുമായി ആണവ കരാർ ഒപ്പിട്ടു എന്നുള്ള പേരിലാണ് 2009 ഇടതുപക്ഷം UPA സർക്കാരിനുള്ള പിന്തുണ പ്രഖ്യാപിക്കുന്നു. അത് മുന്നണി അല്ലാതെ മത്സരിച്ചു.
പക്ഷേ ആ സർക്കാർ ഇടതുപക്ഷത്തിന്റെ പോലെ സാന്നിധ്യം കൊണ്ട് ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നുകൊണ്ട് വളരെയധികം തന്നുകാലികൾ ചെയ്യുകയും ആ സർക്കാർ വീണ്ടും വരികയും ചെയ്തു. അതിന് വന്നപ്പോ ഇവിടെ 4 സീറ്റ് മാത്രമാണ് ഇടതുപക്ഷത്തിന് കിട്ടിയത്. അത് കഴിഞ്ഞ് 2014 സംഭവം ഈ പറയുന്ന UPA രണ്ടാം സർക്കാരിനെ കുറിച്ചിട്ട് വളരെ വളരെ ആഴത്തിലുള്ള വളരെ വ്യാപകമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ വരികയും ആ അഴിമതിയുടെ ഒരു നിലയിലാണ് നമുക്കറിയാം നരേന്ദ്രമോദി ജയിച്ചു വരുന്നത്. അന്ന് കേരളത്തിൽ അപ്പൊ അതിൽ ദേശീയ രാഷ്ട്രീയത്തിന് ആരെ എന്നുള്ളൊരു തർക്കം അതിന്റെ ഒരു സംശയം നിലനിർത്താൻ ഒരു സാഹചര്യത്തിൽ അന്നത്തെ BJP കിട്ടി, 8 സീറ്റ് LDF കിട്ടി. ഇത്തവണ 2019 ഉണ്ടായിരുന്ന പ്രധാന വിഷയം കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നെങ്കിൽ BJP ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി ആവുന്നത് എങ്കിൽ വീണ്ടും BJP സർക്കാർ വന്നേക്കാം. ഇപ്പൊ കേരളത്തിന് പൊതുവെ ഒരു BJP വിരുദ്ധ, അതായത് ഒരു മതേതരത്വ രാഷ്ട്രീയത്തോടൊപ്പം കിട്ടുന്ന സ്വഭാവം കേരളത്തിലെ ജനങ്ങൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ BJP വിരുദ്ധത വന്നു. അപ്പോ കോൺഗ്രസ് ആവണം ഏറ്റവും വലിയ ഒറ്റകക്ഷി. ആ നിലയ്ക്ക് തന്നെ UDF പ്രചരണവും ഉണ്ടായി. വന്നപ്പോ 19 സീറ്റും UDF തന്നെ കിട്ടി. ഇതൊക്കെ ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാണ് സംഭവിച്ചത്. ഞാൻ കരുതുന്നില്ല 2019 ഒരു 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 രാഷ്ട്രീയ ചിത്രമാണ് ഇപ്പൊ കേരളത്തിലുള്ളത്. ദേശീയ സ്ഥിതിയിൽ തന്നെ BJPയിലെ ഇടതുപക്ഷ പാർലമെന്റിൽ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്. ഇടതുപക്ഷം ഇവിടെ ജയിച്ചാലും LDF ജയിച്ചാലും UDF ജയിച്ചാലും 20 പേര് ഇവിടുന്ന് ജയിക്കുന്നുണ്ടെങ്കിൽ 20 പേരും ഓരോ രാഹുൽ ഗാന്ധിയാണ് നേതാവെങ്കിൽ ഏതായാലും ഇന്ത്യ മുന്നണിക്കൊപ്പമായിരിക്കും എന്നുള്ള കഴിഞ്ഞ തവണത്തെ പോലെ കോൺഗ്രസ് എല്ലാ സീറ്റിലും ജയിച്ചുകൊള്ളണം എന്ന് അല്ലെങ്കിൽ ഏറ്റവും ഒന്നുമില്ല. അപ്പൊ അത്ര ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ നമുക്ക് ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് കേരളത്തിലെമ്പാടും പ്രതിഫലിക്കുന്നതാണ്. അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് അതിന്റെ സ്വാധീനമായിരിക്കും ഏറ്റവും കൂടുതലായി. അതല്ല ജനങ്ങൾ ചിന്തിക്കുന്നത് കോൺഗ്രസ് തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുമായിട്ട് കോൺഗ്രസ് പ്രധാന കാര്യമായി, അല്ലെങ്കിൽ അന്നേരം BJP ഏതാണ് ജനങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഏതായാലും കഴിഞ്ഞ നമുക്ക് ഇലക്ഷൻ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അത്ര വലിയൊരു കോൺഗ്രസ് അനുകൂല ഘടകം കോൺഗ്രസിലും അല്ലെങ്കിൽ UDF കൂടുതൽ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവാം. അപ്പൊ അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോ പറഞ്ഞ വന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഒരു സർക്കാരിനെതിരായിട്ടുള്ള വികാരം ആവില്ല കേരളത്തിലെ ഈ പാർലമെന്റ് പ്രതിഫലിക്കുക. അതുവരെയായിരിക്കും പാവനിക്കരെ സ്ഥിതി. പക്ഷെ അത് ഇരകൻ നിലനിർത്തുകയും പാവനിക്കരയ്ക്ക് പ്രത്യേകമായിട്ട് കൊടിക്കുന്നിൽ സുരേഷ് അവരെ ഇത്രയും കാലമായിട്ടുള്ള ഇതാണ് അദ്ദേഹത്തിന്റെ അതുകൊണ്ട് തന്നെ വലിയ സ്വാധീനമുണ്ട്. അതേസമയം അവനെ ചെറുപ്പക്കാരനായിട്ടുള്ള ഉപയോഗമായിട്ടുള്ള അനുഭവത്തോടും ഊർജ്ജപരനായ അനുമുഖത്തോടും ആ ഊർജ്ജപരതയ്ക്കൊപ്പം ഒട്ടും കുറവില്ലാത്ത ഒരു യുവ നേതാവാണ് അനുഭവം. അതിന്റെ അനുഭവം അങ്ങനെ പൊതുവെ രാഷ്ട്രീയ സ്ഥിതിക്ക് പുറത്ത് ചെറിയ തോതിലുള്ള സഹായങ്ങളിൽ ഒന്നും പ്രാദേശികമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്ക് വരാൻ പറ്റും. പക്ഷെ അതും സ്വാധീനം തന്നെയാണ്. അതിശക്തമായ പക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം സ്വാധീനം തന്നെയാണ്. ഇപ്പോൾ അവസാനം പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ ഒരിക്കൽ കൂടെ അതിലൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ഇപ്പോൾ അടൂര് ഈ മാവേലിക്കര വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മാവേലിക്കര പട്ടികജാതി സംവരണ മണ്ഡലമായി മാറുന്നതിന് മുമ്പുണ്ടായിരുന്ന അടൂർ മണ്ഡലത്തിൽ പലകുറി മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് കൊടിക്കുന്നിൽ സുരേഷ്. ഇപ്പോൾ ഇവിടെ 3 വട്ടം മത്സരിക്കുന്നു. ഒരു അതിപരിചിതത്വം കൊടിക്കുന്നിൽ സുരേഷിനുണ്ട്. അത് ഒരുപക്ഷെ അദ്ദേഹത്തിനൊരു കൂടിയ ആത്മവിശ്വാസവും നൽകുന്നുണ്ടാവും. ഇതൊരു പ്രതികൂല ഘടകമാവുമോ? അപ്പോൾ അങ്ങനെ ഒരു പ്രതികൂല ഘടകമായ ഉണ്ടെങ്കിൽ യുവ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അരുൺകുമാറിന് ഒരു ചെറിയ മുൻതൂക്കം ഉണ്ടാകും. ഇതിനെ വെറുതെ സർക്കാരിനെതിരെയുള്ള ആന്റി ഇൻകുംബൻസി, അതായത് സർക്കാർ വിരുദ്ധ മനോഭാവം. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് 2009 മുതൽ മാവേലിക്കരയിലെ MP ആണ്. അദ്ദേഹം ഇപ്പോ എനിക്ക് തോന്നുന്നത് മറ്റേ അടൂരിൽ നിന്ന് 89, 91, 96, 99 4 പ്രാവശ്യം 2009 മാവേലിക്കര മണ്ഡലം ഉണ്ടായതിന് മാവേലിക്കരയുടെ ഇന്നത്തെ മാവേലിക്കര ഉണ്ടായതിനു ശേഷം പഴയ മാവേലിക്കരയല്ല ഇന്നത്തെ മാവേലിക്കര ഉണ്ടായതിനു ശേഷം 3 അപ്പൊ 7 തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച് 2 പ്രാവശ്യം തോറ്റിട്ടുണ്ട്. അപ്പൊ ഇത്രയും തുടർച്ചയായി വരുന്നതിന്റെ രാജ്യം സൂചിപ്പിച്ച പോലെ ഒരു അതിപരിചിതത്തിന്റെ പ്രശ്നങ്ങൾ ആന്റി ഇൻകുംബൻസി എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഈ
MP സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതിന് എതിരായിട്ട് രൂപപ്പെടാവുന്ന ഒരു ജനവികാരം ഉണ്ടായേക്കാം. ആ പ്രശ്നം തീരെ ഇല്ലാത്ത ഒരാളാണ് അരുൺകുമാർ. അപ്പോൾ ആ ആനുകൂല്യം തീർച്ചയായിട്ടും അരുൺകുമാറിന് കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ പൊതു രാഷ്ട്രീയ സ്ഥിതിയിൽ ഇതൊക്കെ ചെറിയ ഘടകങ്ങളായിട്ട് മാത്രമേ നോക്കിക്കൊള്ളൂ. അരുൺകുമാറിന്റെ ചെറുപ്പവും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുതുമുഖം എന്നുള്ള ആനുകൂല്യവും അദ്ദേഹത്തെ സഹായിക്കാൻ സാധ്യതയുണ്ട്. അത് പക്ഷെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മുടെ പൊതു രാഷ്ട്രീയ സ്ഥിതി എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ ആശ്രയിച്ചു. റൈറ്റ്. കണക്കിൽ കരുത്ത് കൊടുക്കുന്നില്ലാണ് കാര്യത്തിൽ തർക്കം വേണ്ട. മാവേലിക്കര മണ്ഡലത്തിൻ്റെ ചരിത്രവും കോൺഗ്രസിന് അനുകൂലമാണ്. പക്ഷേ പ്രതീക്ഷിക്കാത്ത വിധി നൽകിയിട്ടുമുണ്ട് ഈ പഴയ മാവേലിക്കര മണ്ഡലം. 1984 കോട്ടയത്തെ പോലെ തന്നെ, കോട്ടയത്തെ കാര്യം പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞതാണ്, 1984 ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് സഹതാപ തരംഗം ആഞ്ഞടിച്ച് കോൺഗ്രസിന് അനുകൂലമായ വലിയ തരംഗമുണ്ടായപ്പോൾ മാവേലിക്കര കോൺഗ്രസിനെ തോൽപ്പിച്ച് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി, ഇടതുമുന്നണിക്ക് വേണ്ടി അന്ന് ജനതാ പാർട്ടിയിൽ നിന്ന് മത്സരിച്ച തമ്പാൻ തോമസിനെ മാവേലിക്കരക്കാർ വിജയിച്ചു. പുതിയ മാവേലിക്കര അത്തരമൊരു അട്ടിമറി കാത്തുവച്ചിട്ടുണ്ടോ? അതിന് പാകത്തിലുള്ള അടിയൊഴുക്കുണ്ടോ മാവേലിക്കരയിൽ? കാത്തിരുന്ന് മാത്രമല്ല രാജീവ് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. CPM-ന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് CS സുജാതയും ജയിച്ചത് മാവേലിക്കരയിൽ നിന്നുമാണ്. അതെ. റൈറ്റ്. നമുക്ക് കാത്തിരുന്ന് കാണാം മാവേലിക്കര ഏതെങ്കിലും വിധത്തിലുള്ള അട്ടിമറി കാത്തുവച്ചിട്ടുണ്ടോ എന്ന്.